ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ തുടരുന്നതിനിടെ ഉത്തര കൊറിയയോട് കൂടുതൽ അടുക്കാൻ ഇന്ത്യയുടെ ശ്രമം. ലോകം മധ്യ പടിഞ്ഞാറൻ ഏഷ്യയിലും പശ്ചിമേഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും യുദ്ധങ്ങൾക്കെതിരെയുള്ള നടപടികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആക്ട് ഈസ്റ്റ് നയവുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ത്യ. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ കൊറിയൻ ഉപദ്വീപിലെ നയത്തിൽ ന്യൂഡൽഹി ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണ്. ഉത്തര കൊറിയയുടെ പല പ്രവർത്തനങ്ങളും രഹസ്യമാണ്. എങ്കിലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്യോങ്യാങ്ങുമായിട്ടുള്ള നയതന്ത്ര ബന്ധം നിലനിർത്താൻ ന്യൂഡൽഹി ശ്രമിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 2021 ജൂലൈയിൽ ഇന്ത്യ പ്യോങ്യാങ്ങിലെ എംബസി അടച്ചുപൂട്ടിയിരുന്നു. അംബാസിഡർ അതുൽ മൽഹാരി ഗോഡ്സർവേയും മുഴുവൻ ജീവനക്കാരും മോസ്കോ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ എംബസി അടച്ചതായി വിദേശകാര്യ മന്ത്രാലയം ഒരിക്കലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്തുകൊണ്ട് മുഴുവൻ ജീവനക്കാരെയും തിരികെ വിളിച്ചുവെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കോവിഡ് കാരണമെന്നായിരുന്നു മന്ത്രാലയത്തിന്റെ മറുപടി. പ്യോങ്യാങ്ങിലെ നയതന്ത്ര ദൗത്യത്തെക്കുറിച്ച് ഒരു അപ്ഡേറ്റും ഇല്ലാത്ത വർഷങ്ങൾ കടന്നുപോയി. അതിനിടയിൽ 14 മാസം മുമ്പ് മംഗോളിയയിലെ അംബാസിഡറായി ഗോഡ്സർവേക്ക് നിയമനവും ലഭിച്ചു. ഈ മാസം ആദ്യം പ്യോങ്യാങ്ങിലെ എംബസിയിൽ സാധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ സാങ്കേതിക ജീവനക്കാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംഘത്തെ ഉത്തര കൊറിയയിലേക്ക് അയക്കുകയും ചെയ്തു. ജീവനക്കാർ ഇതിനോടകം തന്നെ പ്യോങ്യാങ്ങിൽ എത്തിയിട്ടുണ്ട് എന്നും ദൗത്യം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമത്തിലാണ് എന്നുമാണ് ദി ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തര കൊറിയയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം 4 വർഷം മുമ്പുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ്. ഇന്ത്യക്കും ഏഷ്യയ്ക്കും മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും ഇത് പ്രധാനമാണ്. അതിനാൽ നയതന്ത്രപരമായി നേരിടാൻ ഇന്ത്യക്ക് ഉത്തര കൊറിയയുമായി ബന്ധം സ്ഥാപിക്കേണ്ടത് ഒരു പ്രധാന മുൻഗണനയാണ്. ന്യൂഡൽഹിക്ക് മോസ്കോയുമായി ഇതിനോടകം തന്നെ ശക്തമായ ബന്ധമുണ്ട്. ടെഹ്റാനുമായിട്ടും നല്ല ബന്ധം നടക്കുന്നു. ഇന്ത്യയും ചൈനയും ഏഷ്യയിൽ ശാശ്വത സമാധാനം കാണുന്നതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തര കൊറിയ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുകയും യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിന് സൈനികരെ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏഷ്യയിലുടനീളമുള്ള പ്യോങ്യാങ്ങിന്റെ വളർച്ചയും പ്രവർത്തനവും സ്വാധീനവും മനസ്സിൽ വെച്ചുകൊണ്ട് നയതന്ത്ര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനാണ് ന്യൂഡൽഹി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പ്യോങ്യാങ്ങിലെ എംബസി വീണ്ടും തുറക്കുന്നത് ആശയവിനിമയത്തിന്റെ ഒരു ചാനൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആദ്യപടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.